ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയം 2025 തിരുവോണം ബമ്പർ അടിക്കാവുന്ന, അതായത് തിരുവോണം ബമ്പർ 25 കോടി രൂപ അടിക്കാവുന്ന ചില നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജ്യോതിഷ പ്രോഗ്രാം കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന പരിപാടികളെല്ലാം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തിരുവോണം ബമ്പർ 2025 കോടി ആർക്കാണ്, ഏത് നക്ഷത്രക്കാർക്കാണ് കിട്ടാവുന്നത്, കിട്ടാൻ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഏതാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് അത് കൂടുതൽ സാധ്യത. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ, ഇത് അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര. കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര ഈ നക്ഷത്രങ്ങൾ ഇടവക്കൂറിലാണ് വരുന്നത്. ഈ നക്ഷത്രങ്ങൾക്കാണ് തിരുവോണ ബമ്പർ 25 കോടി രൂപ അടിക്കാനായിട്ട് കൂടുതൽ സാധ്യത തെളിയുന്നത്. അതിന് കാരണമുണ്ട്. ഇതാണ് അതിന് കാരണം. ഇപ്പോൾ ധനകാരകനായ വേഴം മിഥുനക്കൂറിലാണ് നിൽക്കുന്നത്. മിഥുനക്കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക്കൂറിന്റെ 2ാം ഭാവമാണ്. ഇടവക്കൂറിന്റെ 2ലാണ് മിഥുനക്കൂറ് വരുന്നത്. ഈ 2 എന്ന് പറഞ്ഞാൽ ധനഭാവമാണ്. അപ്പൊ ധനകാരകനായ വേഴം 2 ഈ ഇടവക്കൂറുകാര് 2 മിഥുനക്കൂറിൽ നിൽക്കുന്നു. അപ്പൊ ധനസ്ഥാനത്ത് ധനകാരൻ നിൽക്കുകയാണ്. അപ്പൊ ധനസ്ഥാനത്ത് ധനകാരൻ നിൽക്കുമ്പോൾ ഈ 3 നക്ഷത്രങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഗോചര ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് പൂർണ്ണമാകണമെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ദശാകാലവും അപകാരകാലവും നന്നായി ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇവരുടെ ജാതകം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സമയമാണോ എന്നുകൂടി നോക്കിയിട്ട് വേണം ഇതിന്റെ ഫലം തീരുമാനിക്കാൻ. എന്നിരുന്നാലും സാമാന്യമായിട്ട് ഈ നക്ഷത്രക്കാർക്കാണ് തിരുവോണം ബമ്പർ അടിക്കാനായിട്ട് ഏറ്റവും സാധ്യത കൂടുതൽ. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.